പല ഇന്ത്യൻ താരങ്ങൾക്കും അതായത് മുൻ ഇന്ത്യൻ താരങ്ങൾക്കും ആരാധകർക്കും ഒക്കെ പാകിസ്ഥാനോട് അന്ധമായ ഒരു വെറുപ്പും വിരോധവും ഒക്കെ ഉണ്ട്. പക്ഷേ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർക്കും പഴയ താരങ്ങൾക്കൊന്നും ഇന്ത്യൻ താരങ്ങളോടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടും അങ്ങനെ വെറുപ്പുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒക്കെ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. ഈവൻ ബൂമ്രയ്ക്ക് വരെ പാകിസ്ഥാനിൽ ഒരുപാട് ആരാധകരുണ്ട്. അവിടെ ഒരുപാട് പേസ് ബോളർമാരുണ്ടായിട്ടാണ് ബൂമ്രയ്ക്ക് ആരാധകർ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് പുറത്തേക്ക് വന്നൊരു ഇൻസിഡന്റ് ഉണ്ട്. പാകിസ്ഥാന്റെ റാവൽപിണ്ടി എക്സ്പ്രസ് ഷൊഐബ് അക്തർ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായിട്ടുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് അവാർഡ് സെറിമണിക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധികൃതർ ആരും പങ്കെടുത്തില്ല എന്നുള്ളത് ഷൊഐബ് അക്തറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഇത്ര മനോഹരമായിട്ടുള്ളൊരു വിജയം സ്വന്തമാക്കി. പാകിസ്ഥാനെ, ബംഗ്ലാദേശിനെ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ കരുത്തരായിട്ടുള്ള ടീമുകൾക്കെതിരെ വളരെ മനോഹരമായിട്ടുള്ള വിജയം നേടിയ ടീം ഫൈനലിൽ വിജയിക്കുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രതിനിധികൾ സ്വാഭാവികമായിട്ടും ആ സെറമണിക്ക് പങ്കെടുക്കേണ്ടതാണ്. മറ്റ് ക്രിക്കറ്റ് ബോർഡുകളുടെ എല്ലാം അധികൃതർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു ഹോസ്റ്റിംഗ് നേഷൻ ആയിട്ട് കൂടി ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മോശം സമീപനം ഉണ്ടായത് ഒരിക്കലും ശരിയായിട്ടില്ല. അത് അപലപിക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യയുടെ കിരീടധാരണ ചടങ്ങിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധികൃതരുടെ ആശംസാ സന്ദേശം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഉണ്ടാവാതിരുന്നത് വളരെ മോശമാണ് എന്ന് റാവൽപിണ്ടി എക്സ്പ്രസ് ഷൊഐബ് അക്തർ പറഞ്ഞു. ഇങ്ങനെ പല മുൻ പാകിസ്ഥാൻ താരങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള വെറുപ്പും വിരോധവും ഒക്കെ നമ്മൾ എടുത്ത് കളയണം എന്നാണ് ഇവരുടെ ഒരു സ്നേഹം കാണുമ്പം പറയാനുള്ളത്.